ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 43. തൃണാവർത്തവധം. ത്വമേ ഗദാ ഗുരുമരുൽപുരനാഥവോടും ഗാഢാതിരൂഢഗരിമാണപപാരയന്തി മാതാനിധായ ശയനേ കിമിദം വദേതി ധ്യായന്തി ജ്യേഷ്ഠത ഗൃഹേഷു നിവിഷ്ടശങ്കാ. ഹേ ഗുരുവായൂരപ്പ, ഒരു നാൾ മാതാവായ യശോദയുടെ അംഗതലത്തിൽ ശയിച്ചുകൊണ്ടിരുന്ന അങ്ങയ്ക്ക് അസാധാരണമായി ഭാരം വർദ്ധിക്കുകയും അങ്ങയെ താങ്ങാൻ അശക്തയായ മാതാവ് ആശ്ചര്യപരതന്ത്രയായി. ഈ മാറ്റത്തിന് കാരണമെന്തെന്ന് ചിന്തിച്ച് അങ്ങയെ മഞ്ചത്തിൽ കിടത്തി ശങ്കാധീനയായി ഗൃഹകൃത്യങ്ങളിൽ വ്യാപൃതയാകുകയും ചെയ്തു. താവൽ വിദൂരമുപകർണ്യതഘോരഘോഷ വ്യാജ്രംഭിപാംസു പടലീ പരിപൂരിദാശ വാത്യാവപുസ്സകില ദൈത്യവരസ്ത്രിണാവർത്താഖ്യോ ജഹാര ജനമാനസഹാരിണം ത്വാം. അപ്പോൾ ദൂരെ നിന്നു തന്നെ കേൾക്കാവുന്ന ഭയങ്കരനാദത്തോടുകൂടി പൊടിപടലങ്ങൾ ദിക്കുകൾ മറച്ചുകൊണ്ട് കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ അസുരനായകനായ തൃണാവർത്തൻ വരികയും സകലർക്കും ചേതോഹരനായി വാണിരുന്ന അങ്ങയെ ഉയർത്തിക്കൊണ്ടു പോകുകയും ചെയ്തു. ഉദ്ധാമപാംസുതിമിരാഹദൃഷ്ടിപാദേ ദൃഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി തുദുബാന്ധമാപ്താ മാതാ ഭവന്തമവലോക്യ ഭൃശം രുരോധ. ശക്തിയേറിയ പൊടിപടലമുണ്ടാക്കിയ ഇരുട്ടിൽപ്പെട്ട് ഒന്നും കാണാൻ നിവൃത്തിയില്ലാതെ ഗോപന്മാർ വലഞ്ഞു. അതിനിടയിൽ ഭീതയായ അങ്ങയുടെ മാതാവ് ഹാ കുട്ടിക്ക് എന്തു സംഭവിച്ചു എന്ന് മുറവിളി കൂട്ടി ഓടിവരികയും അങ്ങയെ കാണാതെ ഉറക്കെ നിലവിളിക്കുകയും ചെയ്തു. താവൽ സദാനവവരോപിജദീനമൂർത്തിർഭാവൽകഭാരപരിധാരണലൂനവേഗ സങ്കോചമാപദനുക്ഷതപാംസു ഘോഷേ ഘോഷേ വ്യദായത ഭവജ്ജനനീനിനാഥ. പെട്ടെന്ന് ശരീരം ക്ഷീണിച്ചുപോയ ആ രാക്ഷസൻ അങ്ങയുടെ ഭാരം വഹിക്കാൻ കഴിയാത്തവനായി തീർന്നു. അല്പസമയത്തിനുള്ളിൽ അവൻ ചലനമില്ലാത്തവനാകുകയും പൊടിപടലങ്ങൾ വീണൊതുങ്ങിയ അമ്പാടിയിൽ അങ്ങയുടെ മാതാവിൻ്റെ നിലവിളി മാത്രം വ്യാപിക്കുകയും ചെയ്തു. രോദോപകർണനവശാദുപഗമ്യലോകേഹം ക്രന്ദൽ സുനന്ദമുഖഗോപകുലേഷു ധീന ത്വാം ദാനവസ്ഥകിലമുക്തികരം മുമുക്ഷുസ്തുയ്യ പ്രഭുഞ്ചതി പപാദവിയൽപ്രദേശാൽ. രോദനം കേട്ട് ഗൃഹത്തിലെത്തിയ നന്ദൻ മുതലായ ഗോപന്മാർ ദുഃഖഭാരത്താൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നിഖില ലോകത്തിനും മുക്തിദായകനായ അങ്ങയെ തൃണാവർത്തൻ മോചിപ്പിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും അവനെ വിടാതായ അങ്ങയുടെ ഭാരത്താൽ അവൻ ക്ഷീണിച്ചവശനായി ആകാശമണ്ഡലത്തിൽ നിന്ന് താഴെ വീണു. രോദാകുലാസ്തദനു ഗോപഗണാബഹിഷ്ഠ പാഷാണഭൃഷ്ടഭുവി ദേഹമധിസ്ഥവിഷ്ടം പ്രൈക്ഷന്തഹന്ത നിബദന്തമമുക്ഷ്യഭക്ഷസി ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. കരഞ്ഞു കരഞ്ഞു തളർന്ന ഗോപന്മാർ ഗോകുലത്തിനരികെയുള്ള ഒരു പാറപ്പുറത്ത് വീണുകിടക്കുന്ന സ്ഥൂലിച്ച ശരീരത്തിൻ്റെ മുകളിൽ
ഒട്ടും ഹാനി തട്ടാതെ മന്ദഹസിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയെ കണ്ട് ആശ്ചര്യപരിതന്ത്രരായി. ഗ്രാവപ്രഭാത പരിപിഷ്ടഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടതനുജോപരിദൃഷ്ടഹാസം ആജ്ഞാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദുർഗിരിവരാദിവ നീലരത്നം. പാറപ്പുറത്തു വീഴുകയാൽ തകർന്നു പൊടിഞ്ഞതും പ്രാണനില്ലാത്തതുമായ ആ ദുഷ്ടാസുരന്റെ സ്ഥൂല ശരീരത്തിനു മുകളിൽ താമരക്കൈകളാൽ പ്രഹരിച്ചു വിഹരിക്കുന്നവനും പുഞ്ചിരി പെയ്യുന്നവനുമായ അങ്ങയെ മാമലയിൽ നിന്ന് ഇന്ദ്രനീലമണി എന്ന പോലെ ഗോപാലകന്മാർ വാരിയെടുത്തു. ഏകൈകമാശു പരിഗൃഹ്യ നിഗാമനന്ദൻ നന്ദാദിഗോപരിരപ്ത വിജുംബിതാംഗം ആദാതു കാമപരിശങ്കിത ഗോപനാരീ ഹസ്താംബുജപ്രപതിതം പ്രണുമോ ഭവന്തം. അങ്ങയെ അംഗപ്രത്യംഗം പരിശോധിച്ച ആനന്ദലബ്ധി മൂലം ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യുന്ന നന്ദൻ തുടങ്ങിയവരുടെ കയ്യിൽ നിന്ന് എടുക്കാൻ ആശിച്ച തെല്ലകലത്തു മാറി നിന്ന് നോക്കുന്ന ഗോപസ്ത്രീകളുടെ പാണിപത്മങ്ങളിലേക്ക് അങ്ങ് കുതിച്ചു ചാടി. ഞാൻ അങ്ങയുടെ മുൻപിൽ പ്രണമിക്കുന്നു. ഭൂയോപി കിം नु कृणुम प्रणदार्तिहारी ഗോവിന്ദയേവ പരിപാലയദാൽ സുദംന ഇത്യാദിമാദരമൃദു പ്രമുഖൈസ്തദാനീം സംപ്രാസ്തിതസ്ത്വതവനായ വിഭോ ത്വമേവ. ഞങ്ങൾ നിസ്സഹായരാണ്. വന്ദിക്കുന്നവരുടെ ആർത്തികൾ അകറ്റുന്ന ഗോവിന്ദൻ നമ്മുടെ മകനെ രക്ഷിക്കുമാറാകണേ എന്നു പറഞ്ഞ് അങ്ങയുടെ മാതാപിതാക്കളും മറ്റു പലരും അങ്ങയുടെ സംരക്ഷണത്തിന് അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചു. വാദാത്മകന്തനുജമേവ മയി പ്രദുന്വൻ വാദോത്ഭവാൻ മമ ഗദാൻ കിമുനോധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം. വാദത്തിന്റെ രൂപത്തിൽ വന്ന അസുരനെ നിഗ്രഹിച്ച അങ്ങയ്ക്ക് വാദത്തിൽ നിന്നുളവായ എൻ്റെ രോഗങ്ങളെ നശിപ്പിക്കുകയെന്നത് ക്ഷിപ്രസാധ്യമാണ്. എങ്കിലും അങ്ങത് ചെയ്യുന്നില്ല. ഹേ ഗുരുവായൂരപ്പാ, ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ നിശേഷമായ രോഗശമനത്തിന് അങ്ങയെ മാത്രം ശരണം പ്രാപിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.